ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു നാടൻ പലഹാരമായിട്ടാണ്. അപ്പോൾ നമ്മുടെ പറമ്പിലുള്ള കൊള്ളി വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു വടയാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇതാ ഈ കൊള്ളി പറിക്കുന്നത് നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. വാ നമുക്കപ്പോൾ കൊള്ളിയൊക്കെ പറിച്ചിട്ട് വരാം. നമുക്ക് ആദ്യം തൈയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഇതിലാകെ ഇനി 2 ഇതുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി പൊട്ടിക്കേണ്ടി വരും. അടുത്ത് നോക്കാം. ഇതാണ് നോക്കാൻ പോണേ. ഇത് കുഞ്ഞായതുകൊണ്ട് താഴ്ത്തുണ്ടാവും അതിലൂടെ, പക്ഷെ നമുക്ക് നോക്കാം. അയ്യോ ഇതിലുണ്ടോ? നല്ലോണം ഉണ്ട്. ഇതാണ് കുറേ ഉണ്ട് കേട്ടോ. ഇതിലുമില്ല, അതും ഫ്ലോപ്പായി. ഇതില് വല്ലതും ഇതില് നമുക്ക് താഴത്തൊരു വേരാണ് കാണാൻ സാധിക്കുന്നത്, വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതും നമ്മുടെ ശശിയായിപ്പോയി. ഇനി ഇതിലെങ്കിലും ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഇതിലും ഇല്ലെങ്കിൽ ഇത് അത്യാവശ്യം കിട്ടാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. എൻ്റെ അമ്മേ, യെസ് ഇതിലുണ്ട് കേട്ടോ. പറിച്ചപ്പോൾ ഇത്രയും കൊള്ളി കിട്ടിയിട്ടുണ്ട്. ഇത്രയും. ഇതൊക്കെ നല്ലോണം ഇനി കഴുകി വൃത്തിയാക്കി നമുക്ക് വട ഉണ്ടാക്കുന്ന റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ 2 കൊള്ളി പറിച്ചത് അവിടെ വെറുതെ ആയിപ്പോയി, അതിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വാ നമുക്കിനി ഇത് കഴുകി എല്ലാം ഉണ്ടാക്കാം. ഓക്കെ, കമോൺ. കൊള്ളി നല്ലോണം കഴുകി കുഞ്ഞാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം 5 സവാള. വലിയ സവാള ആണെങ്കിൽ ഒരു 3 എണ്ണം മതി കേട്ടോ. ഇപ്പോൾ ഞാൻ കുഞ്ഞായതുകൊണ്ടാണ് 5 എണ്ണം എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, 5-6 മുളക്, ആവശ്യത്തിന് ഇഞ്ചി, പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് മുളക്, പിന്നെ അരിപ്പൊടി. ഇത് ഞാൻ 200 ഗ്രാമാണ് എടുത്തേക്കുന്നത്. പിന്നെ കടലമാവ്, ഇതും 200 ഗ്രാം. ഇത് നമുക്കിത് വേവിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ഇതിടാം. നമുക്ക് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. കല്ലുപ്പാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ പൊടിയുപ്പാണ് ഇട്ടത്. 2 സ്പൂണാണ് ഞാൻ ഇടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കൊള്ളി നല്ലോണം വേവിച്ച്, അതുപോലെ തന്നെ നല്ലോണം ചൂടാറി. നല്ലോണം അല്ല, കുറച്ച് ചൂടുണ്ട്. അപ്പോൾ അധികം ചൂടുണ്ടെങ്കിൽ നമുക്കിത് കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനിതുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മളിത് വേവിച്ച് കഴിഞ്ഞിട്ട് വെള്ളം കളയണം, ഊറ്റിക്കളയണം കേട്ടോ. ആ ഉപ്പ് ഇട്ടിട്ടുള്ള വെള്ളമില്ല, അത് ഊറ്റിക്കളയണം. പിന്നെ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഉടക്കുമ്പോൾ കൈ കൊണ്ട് ഉടക്കുന്നതായിരിക്കും കുറച്ചുകൂടി കുഴയ്ക്കുമ്പോൾ ഒക്കെ നല്ലത്. പക്ഷേ ഇപ്പം ചൂടുണ്ട്. നല്ലോണം ഞാൻ കുഴച്ച് വന്നിട്ടുണ്ട് കണ്ടോ. നല്ലോണം ഇതുപോലെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള കുഞ്ഞാക്കി അരിഞ്ഞത്, പിന്നെ അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി കുഞ്ഞാക്കി അരിഞ്ഞാണ് ഇട്ട് വെക്കുക. പിന്നെ മുളക്. കുറച്ച് ചൂടുണ്ട്, അതാണ് ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്തത്. അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് വരാം. ഞാൻ ചേച്ചിമാരും അമ്മമാരും സഹായം ഒന്ന് എല്ലാവരും സഹായിച്ചാലും ശരിയാവില്ല. നമ്മൾ നല്ലോണം കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് കുഴച്ചാലേ ഇത് കറക്റ്റ് ആവുള്ളൂ. നമ്മൾ കൈ കൊണ്ട് കുഴക്കണം. പിന്നെ നമ്മൾ നേരത്തെ ഓൾറെഡി ഉപ്പ് ഇട്ടിരുന്നു. പക്ഷെ നമുക്ക് കുറവെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പിടാം. ഞാൻ ഓൾറെഡി ഉപ്പ് നേരത്തെ ഇട്ടുകൊണ്ട് അത്രയ്ക്കും ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി ഇത്രയാണ് ഞാൻ ഇടുന്നത്. കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇത്ര മുളക് പൊടി ഇടാം. പിന്നെ അരിപ്പൊടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 100. എന്നിട്ട് ആദ്യം ഇത് കുഴയ്ക്കാം. നല്ല രസമുണ്ട് കുഴയ്ക്കാൻ. കുഴയ്ക്കാൻ കുറച്ച് പണിയുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല, പഠിക്കേണ്ടത് ഇതൊക്കെ. സ്പൂൺ കൊണ്ട് കുഴച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് കുഴയ്ക്കണം കേട്ടോ. കടലമാവ് ഇട്ട് കൊടുക്കാം. നല്ല
കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിള്ളേർ കുഴക്കുമ്പോൾ കുറച്ച് പണിയുണ്ടെങ്കിലും നല്ല രസമുണ്ട്. അപ്പോൾ ഇതാ നല്ലോണം മാവ് നമുക്ക് കുഴച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുഴയ്ക്കുമ്പോൾ നമ്മൾ കൈമ ചെറുതായിട്ട് തന്നെ പിടിക്കും. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കി കൊടുക്കണം കേട്ടോ. അതിപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അമ്മമാർക്ക്. അപ്പോൾ ഇതാ അങ്ങനെ ഒരു പരുവത്തിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചട്ടി നമ്മൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതാ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇന്ന് ചൂടായി വരട്ടെ കേട്ടോ. ചൂടായിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ വടയുടെ ഈ ഒരു ഷേപ്പിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഞാനാണ് ഫസ്റ്റ് ഇടാൻ പോണേ. പൊട്ടിത്തെറിക്കോ ഓടിപ്പോക്കോട്ടോ. ശരിയായി. അയ്യോ, പിള്ളേരൊക്കെ പാരൻസിനെ കൊണ്ട് ഇടിപ്പിക്കാം കേട്ടോ. അത് കാരണം കുറച്ച് പണ്ട് ഞാൻ തന്നെ ഇട്ടിട്ട് ഓടി. ഇത് അടുത്ത അമ്മയുണ്ടോ, അമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. ഇനി ഇതൊരു ഗോൾഡ് കളർ ആവണം കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഒന്ന് ഗോൾഡ് കളറായിട്ട് കാണാം. ഓക്കെ, സൈഡൊന്നും ഗോൾഡനായി വന്നിട്ടുണ്ടാവും എന്നാണ് നമ്മുടെ ഒരു ഇത്. ഞാൻ തിരിച്ചിട്ട് നോക്കി. അപ്പോൾ വന്നിട്ടുണ്ട്. ഓ, നല്ലോണം പൊന്തി കറക്റ്റ് വടയുടെ പോലെ വന്നിട്ടുണ്ട്. ഇതാ ഇതുപോലൊരു വട സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതാ ഫസ്റ്റ് ഇട്ടത് 2 എണ്ണം ശരിക്കും വന്നിട്ടുണ്ട്. ബാക്കി ഓക്കെ. അപ്പോൾ ഇതാ ഒരു സൈഡ് ഇങ്ങനെ ഗോൾഡൻ ആകുമ്പോൾ തിരിച്ചിട്ട് പിന്നെ അടുത്ത സൈഡ് ഗോൾഡൻ ആയിട്ട് ഇത് നമുക്ക് കാണാം. നല്ലോണം കളറായി കറക്റ്റ് ഒരു വടയുടെ പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അതാ കോഴി നമുക്ക് പാത്രത്തിലോട്ട് ഇടാം. നമ്മുടെ കൊല്ലി ഇവിടെ റെഡിയായി. സ്വന്തമായിട്ട് കഴിയിരിക്കുന്നു. അപ്പോൾ ഇതാ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നല്ല വലുത്, തിന്നണം. അതാണ് എൻ്റെ ഫേവറേറ്റ് ടൈം. ഓക്കെ, ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല ക്രഞ്ചി ആയിട്ട് ചുറ്റുവാ കഴിക്കും. ഇതാ നമ്മുടെ ഒരു അനിയ കുട്ടൻ വന്നിട്ടുണ്ട്. ഹായ് പറ. ഹായ്. കഴിക്കും. കഴിച്ചോ? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കഴിക്കട്ടെ. അപ്പം ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ ബെല്ലൈക്കൺ അമർത്തി അതിലോളൊന്ന് ഓപ്ഷൻ അമർത്തിയാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. പിന്നെ എൻ്റെ ഈ വടയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ. ഓക്കെ, വീണ്ടും പറയണ്ടല്ലോ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഞാൻ തിന്നട്ടെ. ടാറ്റാ.